ആകാശവാണി. ഈ വിധമെന്താണാവോ, ഞാനത് ചോദിപ്പീല. വേദനയറിയാതെ സൗമ്യമായുറങ്ങൂ നീ. കൂരിരുൾ കയങ്ങളിൽ താഴുവാൻ ദാഹിക്കുന്ന ദീപങ്ങൾ, ഉള്ളിൽ തന്നെ വലിയും നീർച്ചാലുകൾ. സത്യമെന്തറിവീല, ദുഃഖത്തിൻ മുഖം കണ്ടേൻ. ദുഃഖമേ സത്യം സർവം, ശാന്തമായി ഉറങ്ങൂ നീ. എഴുതാതിരിക്കാൻ വയ്യ. ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇനിയും എഴുതിപ്പോകും. എഴുതാതിരിക്കാൻ വയ്യ, വയ്യ. ഈ വിധമെന്താണാവോ, മനസ്സ് എന്ന അടി കാണാത്ത കടൽ. പായലിനടിയിൽ അതിന്റെ മുത്തുകൾ ഒളിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുൻപിലുണ്ട്. മുകൾ പരപ്പിൽ കപ്പലോടിച്ചു പോയതുകൊണ്ടായില്ല, അതിന്റെ നിഗൂഢമായ അഗാധതകളിലേക്ക് മുങ്ങാങ്കുഴിയിട്ട് പൊങ്ങിയതുകൊണ്ടുമായില്ല. അവിടെ സാവകാശം നിന്ന് പതുക്കെ ചുറ്റും നോക്കണം. അഴകുകൾ, അപകടങ്ങൾ, ചങ്ങലകൾ പൊട്ടിക്കാൻ ഇനിയും ബാക്കിയുണ്ടല്ലോ, ഇനിയും ബാക്കിയുണ്ടല്ലോ. മകൾ രാജലക്ഷ്മിയുടെ കഥയുടെ റേഡിയോ രൂപാന്തരം. റേഡിയോ ആവിഷ്കാരം ഡോക്ടർ പി ഗീത. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നീ വരുന്നതിന് മുൻപ് ആമയായിരുന്നു ഞാൻ, അംഗങ്ങൾ ഉൾവലിക്കുന്ന ആമ. പങ്കെടുക്കുന്നവർ എന്ന് കരുതി എം കെ വാര്യർ, കെ ജയൻ, അയലൂർ ദിവാകരൻ, ഇ എസ് മണി, പി ജെ സെബാസ്റ്റ്യൻ, ജോസ് ചുങ്കത്ത്, എം എച്ച് മുഹമ്മദ് ഇസ്മായിൽ, മോഹൻ അങ്കമാലി, ശശിധരൻ കളത്തിങ്കൽ, ടി കെ ഭാരതി, സിന്ധു ടി ഗംഗാധരൻ, എം തങ്കമണി, കെ എം സൈനബ, തങ്കം മോഹൻ, വർഷ കണ്ണൻ. മുറിവുകളിൽ നിന്ന് രക്തം വാർന്നൊലിക്കുമ്പോൾ ചുണ്ട് കടിച്ചമർത്തി തലയുയർത്തിപ്പിടിച്ചു ഞാൻ നിന്നു. വിരക്തിയുടെ പടച്ചട്ടയിട്ട് വലിച്ചു മുറുക്കി നിസ്സംഗതയുടെ മൂടൽമഞ്ഞ് പോലത്തെ മൂടുപടം തലവഴിയിട്ട് മൂടി. ആമയായിരുന്നു ഞാൻ. ഹൃദയം മരവിച്ച് കട്ടപ്പിടിച്ചു തുടങ്ങിയപ്പോൾ, അവിടെ ഇനി ചലനമൊന്നുമുണ്ടാവില്ലെന്ന് വിചാരിച്ചപ്പോൾ നീ മുൻപിൽ വന്നു. മണ്ണിൽ തൊട്ടു നിൽക്കുന്ന മാനത്തിന്റെ ഓമന മഴവില്ല്, കവിത പോലെ മനോഹാരിണി, പ്രേമഗാനം പോലെ ഹൃദയസ്പർശിനി. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഇത് തന്നെയല്ലേ വീട്? ആരെയും കാണുന്നില്ലല്ലോ. ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോയാലോ? എന്താ ഹേ നിന്ന് പരങ്ങണത്? വീടറിയാഞ്ഞിട്ടാ സംശയിച്ചു നിൽക്കുന്നത്? എന്തിനാ? വീടറിയാം, നല്ല പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് നിന്നതാണ്. ഈ വീട്ടില് പരിചയക്കാരുണ്ടാവൂലേ? ആ, ഒരാളെ അറിയും. ആരായിട്ടാ പരിചയം? ഏട്ടനായിട്ടോ അനിയനായിട്ടോ? ഏട്ടനും അനിയനൊന്നുമല്ല, ഒരു വക്കീലിനെ അറിയും. വക്കീലോ? അങ്ങനെ ഒരാളില്ലല്ലോ ഇവിടെ. ഏയ്, ഇല്ലാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഉണ്ട്, ഒരു സ്ത്രീ. അവിടെ സ്ത്രീകൾ ആരുമില്ല. ഏട്ടനും അനിയനും കല്യാണം കഴിച്ചിട്ടുമില്ല. നോക്കൂ, ആ പാട്ട ഗേറ്റുള്ള വീട്ടിലെ കാര്യ ഞാൻ പറഞ്ഞത്. ശാരദാമ്മ. ശാരദ കുട്ടിയോ? അങ്ങനെ വരട്ടെ. ഇപ്പോ ഇവിടെ താമസിക്കണവരെയാണ് നിങ്ങൾക്ക് പരിചയം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോ ഇവിടെ അവരല്ലേ താമസിക്കുന്നത്? ശാരദ എവിടെ പോയി? വീട് മാറിയോ? ഈ നാട്ടുകാരനല്ലേ നിങ്ങൾ? ഈ നാട്ടുകാരൻ തന്നെ. കുറെ കാലായിട്ട് ദൂരെയായിരുന്നു. പറയൂ, ശാരദ. നല്ലൊരു സമ്പ്രദായമുള്ള കുട്ടിയായിരുന്നു. പഠിച്ച പെൺകുട്ടികളുടെ തണ്ടും ഭാവം ഒന്നുമില്ല പാവത്തിന്. അവരിപ്പോ എവിടെയാന്ന് പറയൂ. ഗോവയിലോ മറ്റോ ജയിലിലാണെന്നും വിട്ടെന്നൊക്കെ കേട്ടു. ജയിലിലോ? തങ്കം പോലത്തെ കുട്ടിയായിരുന്നു. അങ്ങേരങ്ങോട്ട് മരിച്ചപ്പോ. ആര്? ശാരദയുടെ അച്ഛൻ കൃഷ്ണൻകുട്ടി മേനോനെ. ശാരദയുടെ അച്ഛൻ കൃഷ്ണൻകുട്ടി മേനോൻ. അതെ, ഒരു കാലഘട്ടം.
ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. പൂർണ്ണ സ്വരാജ് നമ്മുടെ ലക്ഷ്യം. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്. മഹാത്മാഗാന്ധി കി, ഭാരത് മാതാ കി. മോനെ പോകല്ലേ. കൃഷ്ണൻകുട്ടി, നീ പോകരുത്. അച്ഛ, എന്നെ തടയരുത്. രാജ്യത്തിന് എന്നെ ആവശ്യമുണ്ട്. ഇനി ഞാൻ അടങ്ങിയിരുന്നൂടാ. മോനെ, നീ വക്കീൽ കോട്ടിട്ടിട്ട് ഒരു കൊല്ലം പോലും ആയി. പോകല്ലടാ. അച്ഛൻ കേൾക്കണില്ലേ? രാജ്യം തിളച്ചു മറിയാണ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്. അച്ഛന്റെ നിനക്ക് എന്ത് പറ്റിപ്പോയി കൃഷ്ണൻകുട്ടി? ബ്രിട്ടീഷുകാരുടെ കൂലിപ്പണിക്കാരനാകാൻ എന്നെ കിട്ടില്ല. എന്നെ തടയരുത് അച്ഛ. അമ്മേ, ഞാൻ പോകുന്നു. നിൽക്കൂ കൃഷ്ണൻകുട്ടി, ഞാനുണ്ട് കൂടെ. വരൂ ദാമു. മോനെ, നിനക്ക് 30 വയസ്സായി. കണ്ട അമ്മയ്ക്ക് കൊതി തീർന്നിട്ടില്ലേ മോനെ? അറിഞ്ഞില്ലേ, നമ്മുടെ കൃഷ്ണൻകുട്ടി വക്കീലിനെ അറസ്റ്റ് ചെയ്തു നിയമലംഘനത്തിന്. മോനെ, മോനെ. ഇത് ദാമോദര പണിക്കരുടെ വീടാണോ? അതെ. നിങ്ങൾ ആരാണ്? അയാൾക്ക് അറസ്റ്റ് വാറന്റ് ഉണ്ട്. അറസ്റ്റ് വാറണ്ടോ? എന്റെ മകനോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അവൻ എന്ത് കുറ്റം ചെയ്തു? നിയമലംഘനം. ഏ? കൂടെയുള്ളവരൊക്കെ അറസ്റ്റിലായി. അയാൾ എവിടെ? വരൂ വരൂ, അകത്തേക്ക് വരൂ. പറയൂ, നിങ്ങൾക്ക് എന്ത് വേണം? എത്ര വേണം? ഞാൻ അവന്റെ അച്ഛനാണ്. അവന് വേണ്ടി ഞാൻ എന്തും നൽകും. ഞാൻ നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. അത് സാധ്യമല്ല ഇൻസ്പെക്ടർ. എന്റെ ഏക മകനാണവൻ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അളവില്ലാത്ത സ്വത്തുക്കൾ ഭാവിയിൽ പരിപാലിക്കേണ്ടത് അവനാണ്. അവന് ഞാൻ വിട്ടുതരില്ല. പകരം നിങ്ങൾ എന്തും പറഞ്ഞോളൂ. എന്തും? എന്റെ മകന് വേണ്ടി ഞാൻ എന്തും തരും. എങ്കിൽ സംശയിക്കേണ്ട, പറയൂ ഇൻസ്പെക്ടർ. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. വിശ്വാസമല്ല, പണമാണ് വിഷയം. തരാം. ഇതാ, എണ്ണി നോക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറമുണ്ട്. ശരി, ഈ കരാറ് മൂന്നാമതൊരാൾ അറിയരുത്. ഞാൻ ഉറപ്പു തരുന്നു, എന്റെ മകൻ പോലും ഇതറിയില്ല. നിങ്ങൾക്കിതിന്റെ പേരിൽ യാതൊരു വിഷമവും ഉണ്ടാവില്ല. ഇനി കുറെ കാലത്തേക്ക് ഈ നാട്ടിൽ അവനെ ആരും കാണുകയില്ല. പോരെ? ആരെങ്കിലും നിങ്ങളുടെ മകനെ കണ്ടാൽ എല്ലാവർക്കും അത് ആപത്താണ്. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിലിരിക്കട്ടെ. നിങ്ങൾക്ക് ധൈര്യമായി പോകാം ഇൻസ്പെക്ടർ. ദാമു, 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 എവിടെ ഇവൻ? ആഹാ, ഇവിടെ കിടന്നുറങ്ങുകയാണോ? ദാമു, എണീക്കുമോനെ. എന്താ എന്താ അച്ഛാ? വേഗം പുറപ്പെടണം. നമുക്കൊരിടം വരെ പോണം. എങ്ങോട്ട്? അതൊക്കെ പിന്നെ പറയാം. എങ്ങോട്ടാ നമുക്ക് പോകേണ്ടത്? മോനെ, നീ എന്നോട് മറുത്തൊന്നും പറയരുത്. നീ എനിക്ക് ഒരേ ഒരു മകനാണ്. ഈ കാണുന്ന സ്വത്ത് മുഴുവൻ നിനക്കുള്ളതാണ്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അതിന് തുമ്പില്ലാതാകാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഇപ്പോൾ എന്റെ കൂടെ വന്നേ പറ്റൂ. അച്ഛൻ ക്ഷമിക്കണം. ഈ അവസരത്തിൽ എനിക്ക് അച്ഛനോടൊപ്പം എങ്ങോട്ടും വരാൻ കഴിയില്ല. എങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇങ്ങനെ വാശി പിടിക്കരുത്. വാശിയല്ല മോനെ, നീ ഇപ്പോൾ എന്റെ കൂടെ വന്നേ വെക്കൂ. എനിക്ക് ഒരാളെ കാണണം. അയാളോട് പറഞ്ഞതിന് ശേഷം ഞാൻ വരാം. അച്ഛനേക്കാൾ നിനക്ക് വലുത് ഏതാളാണ്? എനിക്ക് കൃഷ്ണൻകുട്ടി മേനോനെ കാണണം. അദ്ദേഹത്തോട് പറയാതെ എനിക്ക് ഇവിടം വിടാൻ സാധ്യമല്ല. അത് സാധ്യമല്ല മോനെ. എന്തുകൊണ്ട്? അയാൾ ഇന്നലെ അറസ്റ്റിലായി, നിയമലംഘനത്തിന്. ഓ, അപ്പോ അതാണ് കാര്യം. ഇത് വലിയ ചതിയായി പോയച്ച. എനിക്ക് എന്റെ മകനെ നഷ്ടപ്പെടാൻ വയ്യ. രാജ്യം നമ്മളെക്കാൾ വലുതാണച്ച. ആയിരിക്കാം, പക്ഷേ എനിക്ക് നിന്നേക്കാൾ വലുതായിട്ടൊന്നുമില്ല. നീ പോവുകയാണെങ്കിൽ പോകൂ. പക്ഷേ സത്യമായും അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഇതെന്തൊരു പരീക്ഷണമാണ്. ഞാൻ എന്തു ചെയ്യണം? എന്റെ കൂടെ വരണം. ഉച്ചവണ്ടിക്ക് തന്നെ നമുക്ക് നാട് വിടണം. ഇത് ശരിയല്ല. ഇത് മാത്രമാണ് ശരി. വരൂ മോനെ, പറഞ്ഞതനുസരിക്കൂ.
കാർത്തേനി വേഗം വിളക്ക് കത്തിച്ചു കൊണ്ടുവരിക. അവരിങ്ങ എത്തി. മരുമകളെ കൈ പിടിച്ച് കയറ്റണം. കയറി വരും മോളെ. ഇത് ഈ നിന്റെ വീടാ. ദാമു മോനെ എത്ര കാലായി കണ്ടിട്ട്. 6 മാസം അത്ര വലിയ കാലമല്ലല്ലോ അമ്മേ. ഏതായാലും ഞങ്ങൾ ഇന്ന് എത്തിയല്ലോ. മോനെ ഇങ്ങടുത്ത് വാ മോനെ. ഇനി ഈ മില്ലൊക്കെ നീ കൊണ്ട് നടക്കണം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അയ്യോ അച്ഛാ, അയ്യോ അച്ഛാ, 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 അച്ഛാ. അയ്യോ അച്ഛാ. എന്റെ ദൈവമേ. ആൺകുട്ടിയാണ് കേട്ടോ. മൂപ്പർക്കിത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ. കരയണ്ട അമ്മേ, കരയണ്ട. ഭാസ്കരൻ എന്നാവട്ടെ ഈ പേര്. നല്ല പേര്. ഹലോ മിസ്റ്റർ കൃഷ്ണൻകുട്ടി മേനോൻ, നിങ്ങളുടെ 2 വർഷത്തെ തടവ് ശിക്ഷ കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ സ്വതന്ത്രനാണ്. ദാമു ഏത് ജയിലിലായിരിക്കുവോ? ഒന്നും അറിഞ്ഞില്ല. അയാളെയും വിട്ടിരിക്കുവോ? അതെ, ദാമോദര പണിക്കർ എന്നൊരാളെ എന്നോടൊപ്പം അറസ്റ്റ് ചെയ്തിരുന്നില്ലേ? അദ്ദേഹം ഇപ്പൊ എവിടെയാണെന്ന് പറഞ്ഞുതരാമോ? ദാമോദര പണിക്കരോ? ആ, ദാമോദർ മിൽസിന്റെ മുതലാളി. അദ്ദേഹത്തിന്റെ പേരും അന്ന് ആ ലിസ്റ്റിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ദാമോദര പണിക്കരുടെ പേര് ഇല്ലായിരുന്നു. പോലീസിന് ഈ നാട്ടിൽ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നായിരുന്നു റിപ്പോർട്ട്. അദ്ദേഹം നാട് വിട്ടുപോയത്രേ. ഇപ്പോഴും തിരിച്ചെത്തിയിരിക്കില്ലാവോ? തിരിച്ചെത്തിയിട്ട് 1.5 വർഷമെങ്കിലുമായി. നമ്മുടെ നാട്ടിലെ ഏറ്റവും ലാഭമുള്ള മില്ല് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം പണിക്കർ തന്നെയാണത് നടത്തുന്നതെന്നാണ് കേട്ടത്. നല്ല പിടിപാടാണ് കേട്ടോ. ഓഹോ, ജയിലിന് പുറത്തായിട്ടും ദാമു എന്നെ അന്വേഷിക്കാതിരുന്ന എന്തുകൊണ്ടാവും? ആട്ടെ, അവനെ കാണണം. സമരത്തിൽ നിഴൽ പോലെ കൂടി ഉണ്ടായിരുന്നവനാ. ഏയ് നിൽക്കണം. നിങ്ങൾ ആരാ? എനിക്ക് ദാമുവിനെ ഒന്ന് കാണണമായിരുന്നു. അവനെവിടെയാ? ഓ ശരി, വിളിക്കാം. അല്ല, ആരാന്നാ പറയണ്ടേ? കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞോളൂ. മുമ്പ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നേ സ്വാതന്ത്ര്യ സമരകാലത്ത്. ഓ ശരി സാർ, ഇപ്പൊ വിളിക്കാം. ഇരിക്കൂട്ടോ. ആര്? അങ്ങയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കൃഷ്ണൻകുട്ടി മേനോൻ. ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കൂ. ഏമാൻ ഇവിടെ ഇല്ലാട്ടോ. ശരി. അതെ, എന്റെ പഴയ ദാമു മരിച്ചു. മില്ലുടമസ്ഥനായ ദാമോദര പണിക്കരായിരുന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ വഴി 2ആയി. ഇനി അമ്മേന്നെ, നമുക്കൊരു പത്രം തുടങ്ങിയാലോ? ശരിയാ, അനീതികൾക്കെതിരെ പോരാടാൻ ഒരു പത്രം സ്വന്തമായിട്ട് വേണം. മഹാത്മാഗാന്ധി കി ജയ്, ജവഹർലാൽ നെഹ്റു കി ജയ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഞാൻ തന്നെയാ പ്രഭാകര. അല്ലല്ലോ, മറ്റൊരാളുടെ പേരാണ് പത്രത്തിലുള്ളത്. ആരാത്? ദാമോദര പണിക്കർ. അത് ശരി. ഞാൻ കോൺഗ്രസിന് രാജിവെക്കുക. എന്നിട്ടോ? PSPയിൽ ചേരുക. പ്രിയപ്പെട്ട നാട്ടുകാരെ, വോട്ടർമാരെ, നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ PSPക്ക് രേഖപ്പെടുത്തുക. PSP സ്ഥാനാർത്ഥിയായ സ്വാതന്ത്ര്യ സമര സേനാനി കൃഷ്ണൻകുട്ടി മേനോനെ വിജയിപ്പിക്കുക. പ്രിയമുള്ളവരെ, കോൺഗ്രസിന്റെ മുന്നണി പടയാളി ശ്രീ ദാമോദര പണിക്കർക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി
വൻഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക. സാധാരണക്കാരന്റെ സ്വതന്ത്ര കർഷകന്റെ അവശത അനുഭവിക്കുന്ന പാവങ്ങളുടെ അവകാശങ്ങൾ വ്യാവസായിക സാമ്പത്തിക മുന്നേറ്റത്തിനായി സ്വതന്ത്ര ഇന്ത്യയുടെ അമരത്വം വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ എനിക്ക് നിങ്ങളുടെ ഓരോ വോട്ടും നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് ഓരോ വോട്ടർമാരോടും അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട വോട്ടർമാരെ, നാട്ടുകാരെ, കോൺഗ്രസിന്റെ കർമ്മസാരഥി ശ്രീ ദാമോദര പണിക്കർ 1202 വോട്ടിന്റെ വൻഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്ന വിവരം നന്ദിപൂർവ്വം സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. എപ്പോഴും ഈ നശിച്ച രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പിൽ കൂട്ടുകാരനോട് തോറ്റിട്ടും തീർന്നില്ല. ഞാനും കുട്ടികളും എങ്ങനെ കഴിയണമെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? വീട്ടിലെ കാര്യം എന്ത് പറഞ്ഞാലും ഇവരടവാ, ഒരക്ഷരം ശബ്ദിക്കില്ല. കൂട്ടത്തിൽ നശിച്ച ഈ പത്രം എന്തെങ്കിലും ഒരു മെച്ചമുണ്ടെങ്കിൽ തരക്കേടില്ലായിരുന്നു. എന്റെ ദേവി, എനിക്ക് മതിയായി. ആദ്യമായി 200 രൂപ കയ്യിൽ കിട്ടുകയാണ്. കൃഷ്ണൻകുട്ടിയുടെ മകളല്ലേ, നല്ലോണം സഹായിക്കണമെന്നുണ്ട്. വിചാരിക്കണ പോലെയൊന്നും നടക്കണില്ല. വാദിക്കാനല്ലേ കുട്ടിക്ക് വിഷമമുള്ളൂ. ഇത് എളുപ്പാവും. ഞാൻ എന്ത് ചെയ്യണം സർ? വാദിക്കുകയും പ്രസംഗിക്കുകയൊന്നും വേണ്ട. ഒരു 2-3 ആഴ്ചക്കുള്ള പണിയുണ്ട്. ഈ കണക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് സർട്ടിഫൈ ചെയ്യണം. അത്ര തന്നെ. വലിയ പണിയില്ലാതെ നല്ല ഫീസും കിട്ടും. കൃഷ്ണൻകുട്ടിയുടെ മകളല്ലേ, ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നാ എനിക്ക്. കൃഷ്ണൻകുട്ടിയുടെ മകൾ വല്ലാത്ത ദയ തന്നെ. ആ ചെതലെടുത്ത് കണക്ക് വേറെ ആരും നോക്കാനില്ലാത്തോണ്ട് എന്റെ തലയെ കെട്ടിവെച്ചു. കൃഷ്ണൻകുട്ടിയുടെ മകൾക്ക് വേറെ ഗതിയില്ലെന്നറിയാം. വേണ്ടെന്ന് പറയൂല്ല. ഞാൻ എന്തിനിങ്ങനെ ഒരു കേസില്ല വക്കീലായി? ദൈവമേ. മോളെ, നീ ഒരു വക്കീലായി എനിക്ക് കാണണം. എനിക്ക് വക്കീലാകാൻ ഇഷ്ടമല്ല അച്ഛാ. പിന്നെ എന്താ നിനക്കിഷ്ടം? എനിക്ക് MA പോണം. എന്നിട്ടോ? എനിക്ക് സാഹിത്യം പഠിക്കുന്നതാണ് ഇഷ്ടം. ഏതെങ്കിലും കോളേജിൽ പണി കിട്ടും. ഒരു കോളേജ് ടീച്ചർക്ക് എന്ത് കിട്ടാനാ കുട്ടി? നിന്നെ പോലെയുള്ള കുട്ടികൾ BL പോകേണ്ടത്. എനിക്ക് ഇഷ്ടമല്ല. ഞാൻ സാഹിത്യം പഠിക്കട്ടെ അച്ഛാ. സാഹിത്യം? നീ BL പോയാ മതി. എനിക്കത് പഠിക്കാൻ വയ്യ അച്ഛാ. എങ്കിൽ നീ പഠിക്കാനേ പോണ്ട. സംഹാര നർത്തനം, നാശത്തിന്റെ പ്രചണ്ഡ താണ്ഡവം, വളരുകയും ചുരുങ്ങുകയും ചെയ്യുന്ന പ്രപഞ്ചത്തിന്റെ തുടിപ്പുകൾ താളം പിടിക്കുമ്പോൾ കാലം അജ്ഞാതമായ അപാരതയിലേക്ക്, അനാദിയായ നിഗൂഢതയിലേക്ക്, അതിന്റെ നിർവികാരമായ തിരിച്ചുവരവില്ലാത്ത വഴി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ യുഗയുഗങ്ങളുടെ ചരിത്രങ്ങൾ നിവർത്തിയ യവനികയ്ക്ക് മുൻപിൽ നിത്യമായ മരണമേ അങ്ങു നിന്നു നൃത്തം ചെയ്യുന്നു. നിത്യമായ മരണമേ അങ്ങു നിന്നു നൃത്തം ചെയ്യുന്നു. നിത്യമായ മരണമേ അങ്ങു നിന്നു നൃത്തം ചെയ്യുന്നു. ചാരുമോളെ, നിനക്കൊരു കൂട്ടം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് പുസ്തകാണച്ചാ? നിനക്കിത് മാത്ര വിചാരം. നീ മുറ്റത്തേക്ക് നോക്ക്. നാളെ മുതല് നീ കോടതിയിലേക്ക് സൈക്കിളിൽ പോയാ മതി. ഈ നാട്ടിൽ ആദ്യമായി സൈക്കിൾ ഓടിക്കുന്ന സ്ത്രീ എന്റെ മകളാ. സൈക്കിളിൽ റോഡിലൂടെ പോകാനോ? ആളുകൾ പോകാൻ പറ. കിഷൻകുട്ടി മേനോന്റെ മകള് കാര്യപ്രാപ്തി ഉള്ളവള് തന്നെ ആവണം. എനിക്ക് ഞാനല്ലേ ആകാൻ പറ്റൂ? നീ ധിക്കാരം പറയണു. എനിക്കറിയാം. പഠിപ്പൊക്കെ കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാറായപ്പോ ഇനി അച്ഛൻ എന്തിനാ? അച്ഛന്റെ താല്പര്യങ്ങൾക്ക് എന്ത് പ്രസക്തി? അച്ഛൻ എന്താണ് ഞാൻ സൈക്കിളിൽ പോണെന്ന്? ശരി, നാളെ തന്നെ തുടങ്ങിക്കളയാം. പോരെ? പെണ്ണ് സൈക്കിളിൽ വരുന്നതാ, നോക്കടാ, മാറിക്കോടാ.
സൈക്കിൾ കേടുവന്നത് എത്ര നന്നായി. ഇങ്ങനെ കയ്യും വീശി വെറുതെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കാമല്ലോ. ആ, റീഡേഴ്സ് ബുക്ക് സ്റ്റാൾ. കൊള്ളാവുന്ന പുസ്തകം കൈകൊണ്ട് തൊട്ടിട്ട് എത്ര കാലായി. രാധേ, നമ്മുടെ ശാരദ എവിടെ? അത് ചോദിക്കാണ്ടോ? അവൾ ലൈബ്രറിയിൽ കാണും വിമലെ. ഇവൾ എന്താ ഇങ്ങനെ വായിച്ചു കൂട്ടുന്നത്? പഠിക്കാനുള്ളതൊന്നുമല്ല. അവള് വായിക്കാത്ത കഥകളില്ല, കവിതകളില്ല. ദാ പറഞ്ഞതുപോലെ പുസ്തകത്തിൽ മുഴുകിയിരിക്കുന്നു. ചാരു, നീ വായിച്ചു വായിച്ച് ഇവളല്ലേ ഭാവിയിലെ സാഹിത്യകാരി. നിങ്ങളെന്നെ കളിയാക്കണ്ട. ഇരുട്ടിലും ഇരുട്ടായ നിത്യ ജ്യോതിസേ, വെളിച്ചത്തിന്റെ വെളിച്ചമായ അന്ധകാരമേ, ഒരു കാൽ പച്ചച്ച ഭൂമിയിൽ, ഒരു കാൽ കത്തുന്ന സൂര്യനിൽ, എന്റെ ഈ കുനിയാൻ കൂട്ടാക്കാത്ത തലയിലും ത്രിവിക്രമ അങ്ങയുടെ കാൽ വെക്കൂ. എന്റെ ഈ കുനിയാൻ കൂട്ടാക്കാത്ത തലയിലും അങ്ങയുടെ കാൽ വെക്കൂ ത്രിവിക്രമ. ഉണങ്ങി വരേണ്ട നിയമപുസ്തകങ്ങളാണ് ഇപ്പോൾ കൂട്ട്. ഇന്ന് ബുക്ക് സ്റ്റാളിലൊന്ന് കയറണം. ഇതാ ഷേക്സ്പിയർ. My words fly up, my thoughts remain below. Words without thoughts never to heaven go. Cowards die many times before their deaths. The valiant never taste of death but once. അദ്ദേഹം എഴുതിയ ഓരോ വരിയും സീസർ, ബ്രൂട്ടസ്, റോമിയോ, ജൂലിയറ്റ്, ഹാംലെറ്റ്, ലേഡി മാക്ബെത്ത് ഇതാ ഇവിടെയുണ്ട് എന്റെ കൺമുന്നിൽ, ഈ പുസ്തകത്തിൽ. ഗാൽസ്വർത്തി, ടോൾസ്റ്റോയി, ദസ്റ്റോവസ്കി. പുസ്തകങ്ങളുടെ ലോകം എത്ര സുന്ദരമാണ്. പക്ഷേ എന്റെ വീട്. രണ്ടു മാസമായി വാടക കിട്ടിയിട്ട്. വൈകുന്നേരം തരാം. കുറെ വൈകുന്നേരങ്ങളായി. പിന്നെ കൃഷ്ണൻകുട്ടി മേനോനെ വിചാരിച്ചിട്ടാണ് ഇറക്കി വിടാത്തത്. പുസ്തകങ്ങൾ സുഖസാധനങ്ങളാണ്, പണക്കാർക്കുള്ളവ. കൃഷ്ണൻകുട്ടി മേനോന്റെ മകൾക്ക് എത്ര ഫീസ് കിട്ടിയാലും പുസ്തകങ്ങൾ വാങ്ങാൻ അവകാശമില്ല. ദൈവമേ, എങ്ങനെ ഇവിടെ നിന്ന് പുറത്തു കിടക്കും? മാഡം ഒന്നും വാങ്ങിയില്ലല്ലോ. ഞാൻ നോക്കിയ പുസ്തകം ഇവിടെ കണ്ടില്ല. ഏത് പുസ്തകം? ബ്രദേഴ്സ് കാരമസോ, അതാണ് ഞാൻ തിരഞ്ഞത്. ഓ സോറി മാഡം, തീർന്നിരിക്കുകയാണ്. ഒരെണ്ണം ഉണ്ടായിരുന്നത് ഒരാൾ കൊണ്ടുപോയിരിക്കുകയാണ്. സാരമില്ല, ഞാൻ പോട്ടെ. ഒരാഴ്ചക്കകം വരുത്തി തരാം മാഡം. അതൊന്നും വേണ്ട, അത്യാവശ്യമൊന്നുമില്ല. ഉണ്ടെങ്കിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ചെന്ന് മാത്രം. വരുത്തി തരാൻ ഒരു വിഷയവുമില്ല മാഡം. ഇന്നലെ ഈ നേരത്തെ വന്നിരുന്നെങ്കിൽ കൊണ്ടുപോകാമായിരുന്നു. അത് സാരമില്ല, ഇനി എപ്പോഴെങ്കിലും കൊണ്ടുപോകാലോ. തിടുക്കുണ്ട്. ഇറങ്ങട്ടെ. മിസ് ശാരദ, ആ പുസ്തകം ഇന്നലെ കൊണ്ടുപോയത് ഞാനാണ്. ഞാൻ മുമ്പ് തന്നെ വായിച്ചിട്ടുള്ളതാ. കളക്ഷൻ കംപ്ലീറ്റ് ആക്കാനാണ് വാങ്ങിയത്. വേണമെങ്കിൽ എടുക്കുന്നതിൽ വിരോധമില്ല കേട്ടോ. വേണമെന്നില്ല. എന്നിട്ടാണോ ഇത്രയും നേരം തിരഞ്ഞത്? ആട്ടെ, എന്നെ മനസ്സിലായോ? ദാമോദര പണിക്കരുടെ മകൻ. അതായിരിക്കാം. പക്ഷേ ഞാൻ ഭാസ്കര മേനോനാണ്. ഈ ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്നു. വായനയും ക്രിക്കറ്റും ആണ് ഇഷ്ടങ്ങൾ. പുസ്തകം ഞാൻ നാളെ കൊണ്ടുവരാം. എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. വെറുതെ വായിക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ആവട്ടെ, വായിച്ച് സൗകര്യം പോലെ തന്നാ മതി. വേണമെന്നില്ല. അതെന്താ, ഞാൻ ദാമോദര പണിക്കരുടെ മകനായതുകൊണ്ടാണോ? പുസ്തകത്തിന് അയിത്തമില്ല മിസ് ശാരദ. എനിക്കറിയാം, നമ്മുടെ അച്ഛന്മാർ തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ല. പക്ഷേ അത് നമ്മെ ബാധിക്കേണ്ട കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ തമ്മിൽ എന്തിനു സംസാരിക്കണം? അത് ശരിയാണ്, നമുക്കതങ്ങ് വിട്ടുകളയാം. മിസ് ശാരദ ഒരുപാട് വായിച്ചിട്ടുണ്ടല്ലേ? ഇല്ല, ഞാൻ അധികമൊന്നും വായിച്ചിട്ടില്ല. അതും ഈയിടെയായി ഒന്നും വായിക്കാറില്ല. സമയം കിട്ടാറേ ഇല്ല. ശാരദയ്ക്ക് ഈ ജോലി അല്ല ചേരുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എങ്ങനെ തോന്നി? കേസില്ലാത്ത വക്കീലായതുകൊണ്ടാണോ? അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ എന്തോ ഒരു പൊരുത്തക്കേട്. ശരിയാണ്, എനിക്ക് കോളേജ് ടീച്ചർ ആകാനായിരുന്നു ഇഷ്ടം. ഞാൻ ഇറങ്ങട്ടെ. ഞാനും ആ വഴിക്കാണ്. നമുക്ക് ഒരുമിച്ച് നടക്കാം.
ശാരദയുടെ ഇഷ്ടപ്പെട്ട റൈറ്റർ ഡസ്റ്റോവ്സ്കി ആണല്ലേ? എങ്ങനെ മനസ്സിലായി? എന്റെ റൈറ്ററും ഡസ്റ്റോവ്സ്കിയാണ്. എന്നാൽ ശ്രദ്ധിച്ചു കേൾപ്പിൻ. അവസാനമായി പറയുകയാണ്, ഞാൻ എന്റെ അച്ഛന്റെ രക്തം ചിന്തിയിട്ടില്ല. ഞാൻ ശിക്ഷ സ്വീകരിക്കുന്നു. അച്ഛനെ കൊന്നതുകൊണ്ടല്ല, കൊല്ലാൻ ഉദ്ദേശിച്ചതുകൊണ്ട്. ഒരു വേള ഞാൻ കൊല്ലുമായിരുന്നു എന്നതുകൊണ്ട്. എന്നാലും ഞാൻ നിങ്ങളോട് പൊരുതുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. മിഥ്യ, ദിമിത്രി ഫൈദ്രോവിച്ച്. ഒരു വേള ഞാനും അപരാധിയാണ്. ഒരു വേള എനിക്കും അച്ഛൻ മരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഞാൻ സത്യം ചെയ്യുന്നു, നീ വിചാരിക്കും പോലെ കുറ്റവാളിയല്ല ഞാൻ. നാളെ വിചാരണ സമയത്ത് ഞാൻ എനിക്കെതിരായി തെളിവ് കൊടുക്കും. ഐവാൻ, എനിക്ക് ദൈവത്തോട് എതിർപ്പൊന്നുമില്ല. വാസ്തവത്തിൽ ദൈവം ഒരു സങ്കല്പ സൃഷ്ടി മാത്രമാണ്. എന്നാൽ അത് ആവശ്യമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, പ്രപഞ്ചത്തിന്റെ ക്രമീകരണത്തിനും മറ്റും. ദൈവമില്ലെങ്കിൽ പുതുതായി ഒരു ദൈവത്തെ കണ്ടുപിടിക്കണം. കോളിയ, എന്റെ വീട്ടിലേക്കുള്ള വഴി തിരിയാറായി. ഓ ശരി, നാളെ കാണാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയായാലും ഭാസ്കരമേനോൻ ദാമോദരപ്പണിക്കരുടെ മകനാണ്. ആ പുസ്തകം വേണ്ടെന്ന് ഉറപ്പിച്ച് പറയായിരുന്നു. സാരിയാണ്, പിടിക്കല്ലേ. ഓ, നാളെ ഉടുക്കേണ്ടല്ലേ. ഗോപാലൻകുട്ടി, ഇന്ന് മരുന്ന് കുടിച്ചോ? വല്യേച്ചി, അവന്റെ മരുന്ന് തീർന്നിരിക്കുക. ഒന്ന് മാറും കുട്ടികളെ. അവള് വന്ന് കേറുമ്പോഴേക്കും എല്ലാരും കൂടി ഇങ്ങനെ. ചാരു, ഈ മുറ്റത്തിങ്ങനെ നിൽക്കണ്ട, വന്ന് കാപ്പി കുടിക്കേ. ഞാൻ സാരി മാറ്റി വരാം അമ്മേ. കാപ്പി ചൂടാറും മോളെ. ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു അമ്മേ. ദാ ഈ ലോട്ടയിൽ കാപ്പിണ്ട്, ചൂടാറാണ്ട് അത് കുടിച്ചോളൂ. ഞാനെന്താ കൊണ്ടുവന്നിരിക്കണമെന്ന് പറയാമോ? രൂപ വല്ലതുമാണോ മോളെ? എന്നാ നന്നായി. ആ പാൽക്കാരൻ 2 പ്രാവശ്യം വന്നു. ഇനി പറയാൻ ബാക്കി ഒന്നുമില്ല. 200 രൂപ വാടകയും കൊടുക്കാം. എന്റെ ദേവി. അമ്മിണി, ഞാൻ ഇവിടെ ഉണ്ട് വല്യേച്ചി. മുല്ലമാല കോർക്കുക. എവിടുന്ന് കിട്ടി ഇത്രയ്ക്ക് മുല്ലമുട്ട്? വടക്കേല് വത്സരയുടെ വീട്ടിന്നാ. മാല കെട്ടിക്കഴിഞ്ഞാ വല്യേച്ചിക്ക് ഒരു കഷ്ണം തരാം. ഇവളൊരു കൊച്ചു സുന്ദരിയാണ്, അതിന്റെ അഹങ്കാരമുണ്ട്. ഞാൻ നിന്റെ മുടി പിന്നിത്തരാം. ഓ, ഞാൻ പിന്നിയാൽ നിനക്ക് പരിഷ്കാരം പിടിക്കില്ലായിരിക്കും അല്ലേ? ഏയ്, രാത്രിയല്ലേ, അതൊന്നും സാരില്ല. ദാ റിബൺ മുറുക്കി പിന്നണേ. ശരി ശരി. ദാ ഈ കഷ്ണം വല്യേച്ചി എടുത്തോളൂ. ഞാൻ ചേച്ചിയുടെ തലയിൽ വെച്ച് തരട്ടെ? മുടി അസലായിട്ട് വാസനിക്കും. വേണ്ട മോളെ, അതിങ്ങോട്ട് തരൂ. ഒരു കാര്യമുണ്ട്. പാറൂട്ടി, പാറൂട്ടി, നീ എവിടെയാണ്? ഞാൻ പാത്രം മോറി കഴിഞ്ഞില്ലല്ലോ വല്യേച്ചി. ഓ, നിനക്ക് എപ്പോഴും അടുക്കളപ്പണി തന്നെ. ഇങ്ങോട്ട് വരൂ മോളെ. എന്തേലും വേണോ ചേച്ചി? പണി തീർന്നോ മോളെ? അരി അടുപ്പത്താ. വാർക്കാൻ ഇത്രയോടി സമയമുണ്ട്, ബാക്കിയൊക്കെ കഴിഞ്ഞു. നിനക്ക് മുടിയൊക്കെ ഒന്ന് ചീന്തി പിന്നിട്ടാൽ എന്താ മോളെ? അതിനൊക്കെ ഇടണ്ടാവണ്ട എന്റെ വല്യേച്ചി. പിന്നിട്ടിട്ടെന്താ, പിന്നെ ഈ അടുപ്പിന്റെ അടുത്തേക്ക് തന്നെയല്ലേ. ഞാൻ പിന്നിത്തരാം. എങ്ങനെ ഇരിക്കുന്നു നോക്കാലോ. എന്തൊരു നല്ല തലമുടിയാ നിന്റെ. അത് മാത്രല്ലേ ഉള്ളൂ. ബാക്കി എല്ലാവരും വെളുത്തപ്പോൾ ഇവൾ മാത്രം എന്തിനു കറുത്തുപോയി? പല്ലു പൊന്തി എല്ലൊന്തിയ കോലം. സൗന്ദര്യമില്ലെങ്കിലും ബുദ്ധിയെങ്കിലും ഉണ്ടാവായിരുന്നു. തോറ്റ് അടുക്കളമൂലയിലേക്ക് തള്ളപ്പെട്ട വീട്ടുമൃഗം, ഭാരവണ്ടിക്ക് കെട്ടിയ എരുമക്കിടാവ്. വല്യേച്ചി, വല്യേച്ചി. എന്താ മോളെ? വല്യേച്ചിക്ക് എന്താ പറ്റിയത്? എന്താ ഈ ആലോചിക്കണേ? നിനക്ക് പഠിക്കായിരുന്നില്ലേ മോളെ? അതിനെനിക്ക് ബുദ്ധി വേണ്ട എന്റെ വല്യേച്ചി. എനിക്ക് അതൊന്നും വിധിച്ചിട്ടില്ല. എന്റെ ലോകം ഈ അടുക്കള തന്നെയാ. അങ്ങനെയൊന്നുമില്ല മോളെ. വാ, നിന്റെ മുടിയിൽ ചേച്ചി പൂജ തരാം. എന്തിനാ ചേച്ചി? എന്തൊരു ഭംഗിയാണ് മുടി പിന്നിട്ട് പൂജ കൂടിയാൽ. കൊച്ചേച്ചി, കൊച്ചേച്ചി, ഈ കൊച്ചേച്ചി എവിടെ പോയിരിക്കുക? എന്താ വേണ്ടത് പത്മിനി? കൊച്ചേച്ചി ഇവിടെ അണിഞ്ഞൊരുങ്ങി നിൽക്കണ.
അരി വെന്തു. അതിന് അമ്മ പറഞ്ഞു വേഗം വന്ന് വാർക്കാൻ, അല്ലെങ്കിലേ ചോറ് ചീത്തയാവൂന്ന്. നിനക്കങ്ങോട്ട് ചെന്ന് വാർത്താലെന്താ? എനിക്ക് വിളക്ക് കത്തിക്കണം. മുടി നേരേക്കത് മതി വല്യേച്ചി. ഉമ്മറടിച്ചിട്ടില്ല. ദേ സന്ധ്യ ആവാറായിട്ടോ. അടങ്ങി നിൽക്ക് പത്മിനിയമ്മേ. ആദ്യം ചെന്ന് അരി അങ്ങോട്ട് വാർക്കുക. എനിക്കറിയില്ല വല്യേച്ചി. അടുപ്പത്തുനിന്ന് ചെമ്പ് വാങ്ങി പാത്തിയുടെ മുകളിൽ വെച്ച് ചെരിച്ച് പിടിക്കുക. അതാണ് പണി. ഷോ, എനിക്ക് ശരിക്കും അറിഞ്ഞൂടെ വല്യേച്ചി. അറിയണോലോ. അരി വാർത്ത് കഴിഞ്ഞേ ചൂലെടുത്ത ഉമ്മറൊക്കെ ഒന്ന് അടിക്ക്. അപ്പോഴേക്കും കൊച്ചേച്ചി വരും ട്ടോ. ഷോ, അവള് കയ്യും കാലൊക്കെ പൊള്ളിക്കണ്ട് വല്യേച്ചി. ഒന്നും പൊള്ളിക്കില്ല. അരി വാർക്കാൻ കൽപ്പിക്കാൻ വന്നിരിക്കുന്ന ഒരുത്തി. അവളെ ഒന്നും പറയല്ലേ ചേച്ചി, പാവം. അതെ, ഒന്നും പറയരുത്. എന്തെങ്കിലും പറഞ്ഞാൽ അനിയത്തിമാരുടെ മുഷ്കു കൂടി സഹിക്കേണ്ടി വരും നിനക്ക്. എനിക്കറിയാം. സാരില്ലെന്നേ, എനിക്ക് വിഷമൊന്നുമില്ല. വല്യേച്ചി വിഷമിക്കണ്ടോ. വിഷമിച്ചിട്ട് എന്താ കാര്യം? ഇതിൽ നിന്നൊന്ന് പുറത്ത് കിടക്കാൻ നിനക്കൊരു മാർഗമില്ലേ മോളെ? എനിക്ക് മാത്രല്ല, ചേച്ചിക്കും നിവർത്തിയൊന്നുമില്ലല്ലോ. അതെ മോളെ, മാറാല പോലെ നനുത്ത നാരുകൊണ്ട് കൈകാലുകൾ കെട്ടിക്കിടക്കുകയാണ്. പൊട്ടിച്ചിറങ്ങാൻ ഒരു വഴിയില്ല. എന്തൊക്കെയാ ഈ ചേച്ചി പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. അയ്യോ, നേരം പോയി. ദീപം ദീപം ദീപം. ഞാനൊന്ന് മേല് കഴുകി വരാമേ. എല്ലാരും മേല് കഴുകിയില്ലേ? എന്നാ വന്നോളൂ, ചോറുണ്ണാറായി. മോളെ ചാരു, വരുന്നമ്മേ. വേം വാ. അമ്മേ, എവിടെ അനിയൻ? അവൻ വന്നില്ലേ? മണി 8 അനിയൻ ചേട്ടൻ സിനിമയ്ക്ക് പോയിരിക്കുക. എന്തിനാ അമ്മേ ഇന്നും ആണോ കൊടുത്തത്? മിനിഞ്ഞാന്നല്ലേ അവൻ സിനിമയ്ക്ക് പോയത്? ഞാൻ കൊടുത്തിട്ടില്ല മോളെ, എന്നോടൊട്ട് ചോദിച്ചിട്ടുമില്ല. ആ, അച്ഛനാണ്. രാമൻകുട്ടിയേട്ടനുണ്ടാവും. സന്തത സഹചാരിയല്ലേ? മിണ്ടാതിരിക്കെ. ഇനി അത് കേട്ട് ലഹള കൂടെ നിക്കണ്ട. ഷോ, ഇനി രക്ഷയില്ല. പത്രത്തിന്റെ വർത്താനം തന്നെ. ഹാവൂ, എന്തൊരു ക്ഷീണം. പ്രഭാകരൻ പോയതിനു ശേഷം ആകെ വയ്യ. രാമുട്ടി, ഞാനൊരല്പം ഒന്ന് കിടക്കട്ടെ. ശരി അമ്മാവ, അമ്മാവൻ വിശ്രമിക്ക്. ഇന്നത്തെ വാർത്തകളൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ പോയിട്ട് നാളെ വരാം. ആരാത്? ചാരു ആണോ? അതെ അച്ഛാ. ആ, ഒരു ഗ്ലാസ് ചൂടുള്ള ചുക്കുള്ളം ഇങ്ങോട്ട് തരാൻ പറയൂ. ഇപ്പൊ കൊണ്ടുവരാം. ഹാവൂ അമ്മേ. അച്ഛനെന്താ ക്ഷീണുണ്ടോ? ആ, ഇപ്പോ ആശ്വാസമുണ്ട്. വല്ലാതെ പണിയെടുത്തിട്ടാണ്. ആരോഗ്യകാര്യത്തിൽ അച്ഛൻ ശ്രദ്ധിക്കണേ ഇല്ല. പത്രം എന്ന് പറഞ്ഞിങ്ങനെ മരിച്ചിട്ടാണ്. ആ, നാളെ വൈകുന്നേരം 5 മണിക്ക് ഗ്രൗണ്ടിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അച്യുതക്കുറുപ്പ പ്രസംഗിക്കണതേ, നീ ഒന്ന് പോണം. രാമൻകുട്ടി പോവില്ലേ? അവന്റെ കാര്യമൊന്നും പറയണ്ട. അവൻ മാത്രം പോയത് കൊണ്ടൊരു വിശേഷവും. അവനും നിന്റെ കൂടെ വരും. റിപ്പോർട്ട് നീ എഴുതിയാലേ ശരിയാവൂ. നിന്റെ ഭാഷയ്ക്ക് ശക്തിയുണ്ട്. മറ്റന്നാളത്തെ പേപ്പറിൽ അച്ചടിച്ചു വരണം. പൊളിച്ചു വിടണം അവരെ. എനിക്ക് ഇത്തരം കാര്യങ്ങൾ എഴുതാൻ തീരെ താല്പര്യമില്ല അച്ഛാ. അതെ, നിനക്ക് താല്പര്യമില്ല. നിനക്ക് വല്ല കഥയും കവിതയും കുത്തിക്കുറിച്ചിരിക്കാനാ താല്പര്യം. നിന്നെ കഷ്ടപ്പെട്ട് BL പഠിപ്പിച്ചത് ഇങ്ങനെ സ്വപ്നം കാണാനല്ല. കേസുള്ള വക്കീലായില്ലാച്ചാലും ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളെങ്കിലും നടത്തൂലോ എന്ന് വെച്ചിട്ടാ. എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഇങ്ങനെ ഒരു പത്രം നടത്തിക്കൊണ്ട് പോണത്. നീ എന്താന്നും മിണ്ടാത്തത്? അച്ഛന് വേണ്ടി നീ പോയില്ലേ മോളെ? ഞാൻ പോകാം അച്ഛാ. ആ, മറക്കരുത്. ശരി. ആളെന്ന് കണ്ടില്ലല്ലോ. അല്ലെങ്കിലും ഞാൻ എന്തൊരു വിട്ടിയാണ്. ഹലോ മിസ് ശാരദ, ഒന്ന് നിൽക്കണേ. ഇതാ നിങ്ങൾ ആഗ്രഹിച്ച പുസ്തകം. മടിക്കണ്ട, വാങ്ങിക്കോളൂ. സൗകര്യം പോലെ വായിച്ചിട്ട് തിരിച്ചു തന്നാ മതി. എനിക്കതത്ര. മിസ് ശാരദ കവിതകൾ എഴുതാറുണ്ടോ? ഒരപേക്ഷയുണ്ട്. ഈ മിസ് ശാരദ എന്ന വിളി ഒന്ന് ഒഴിവാക്കാമോ? പിന്നെ എന്തു വിളിക്കണം? പറയൂ, കവിതകൾ എഴുതാറുണ്ടോ? ആര് പറഞ്ഞു? ശാരിയുടെ കണ്ണുകൾ. ശാരി, എന്താണ് മിണ്ടാത്തത്? ശാരി. നല്ല ആള് തന്നെ. 1 മണിക്കൂറായി ഞാനിവിടെ കാത്തു നിൽക്കുന്നു.
മീറ്റിംഗ് 5 മണിക്ക് തുടങ്ങുമെന്ന് അമ്മാവൻ പറഞ്ഞിരുന്നതല്ലേ? ഇപ്പോൾ സമയം എത്രയായി? 5:30 മണി. ഞാനിതാ വരണു. ഒരു നശിച്ച മീറ്റിംഗ്. പത്മിനി, ഈ ബാഗ് അകത്തേക്ക് വെക്കൂ. ചാരു, കാപ്പി കുടിക്കാം. അച്ഛൻ പറഞ്ഞതാ മീറ്റിംഗിന് പോകാൻ. ഇപ്പൊ തന്നെ വൈകി. ഇനി വന്നിട്ടാകാമേ. കാലം മാറിയിട്ടും കർഷകന്റെ ദീനരോധന മാറുന്നില്ല. മണ്ണിൽ പണിയെടുക്കുന്നവന് മണ്ണിൽ അവകാശമില്ല. ധാന്യം വിളയിക്കുന്നവന് പട്ടിണി മാത്രം. കർഷകന്റെ ജീവിതത്തിന് മാറ്റം വരണം. രീതികളിൽ കർഷകന്റെ അവകാശത്തിനുള്ള പോർവിളികൾ. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അവസാനിപ്പിച്ച് ഭൂമിയിൽ കാലുറപ്പിച്ച് ചവിട്ടാൻ നീ എന്നെ പഠിപ്പിച്ചു. ചെളിയാവുമെന്ന് വെച്ച് നടക്കാതെ ഇരിക്കുകയായിരുന്നു ഞാൻ. ഈ മണ്ണിന് അഴകുണ്ടെന്ന്, അതിലെ വൃത്തികേടുകൾ ശാരദേ, ശാരദേ, എന്തൊരിപ്പാണിത്? പ്രസംഗത്തിൽ ഇത്ര കണ്ടി ലയിച്ചു പോയോ? വീട്ടിൽ പോണ്ടേ? മീറ്റിംഗ് തീർന്നോ? എപ്പോൾ? ശാരദയ്ക്ക് എന്താ ഒരു ക്ഷീണം? വൈകുന്നേരം കാപ്പി കുടിക്കാൻ വെച്ചിട്ടാ? നമുക്ക് ഹോട്ടലിൽ കയറി ഒരു കപ്പ് കാപ്പി കഴിച്ചിട്ട് പോകാം. വേണ്ട. എന്നാ കൂൾ ഡ്രിങ്ക്സ് കഴിച്ചോളൂ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വാ പോകാം. അയ്യോ, എന്താ നീ കാലിന്? അയഡിൻ വെക്കുന്നു. അത് മനസ്സിലായി. എന്ത് പറ്റിയെന്നാ ചോദിച്ചത്. ചേട്ടൻ ഫുട്ബോൾ കളിക്കുമ്പോഴേ കാല് തല്ലിപ്പൊട്ടി. സാരമില്ലല്ലോ. വോ, സാരമുണ്ട്. അധികം മുറിഞ്ഞിട്ടുണ്ടോ? അവനവനാകുമ്പോ അധികം തന്നെയാ. ഞാനാണല്ല നിന്നോട് ചോദിക്കാൻ. ആരെങ്കിലും പറഞ്ഞോ ചോദിക്കാൻ? ചാരുമോളെ, ഇങ്ങോട്ട് വരൂ. പ്രസംഗം എങ്ങനെ? തരക്കേടില്ലായിരുന്നു. അയാൾ എന്താ പറഞ്ഞത്? അയാൾ അത് നീ പോയില്ലേ മീറ്റിങ്ങിന്? പോയി. എന്നിട്ട് എന്ത് കേട്ടുകൊണ്ടിരുന്നു അവിടെ? രാമൻകുട്ടി ഉണ്ടായിരുന്നു അച്ഛാ. അവൻ വന്നിരുന്നു എന്ന് പറയാനാണോ നിന്നെ അയച്ചത്? നിനക്കൊരു ശ്രദ്ധയില്ലാതായ പിന്നെ ആരാ ഇവിടെ ഉള്ളത്? അനിയനാണെങ്കിൽ ഒരു ലക്കുമില്ല. രാമൻകുട്ടി ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. നീയും കൂടി ഇങ്ങനെ തുടങ്ങിയ? എനിക്ക് വയ്യ അച്ഛാ, യാതൊന്നും വയ്യ. സുഖക്കേട് വല്ലതുമാണോ നിനക്ക്? ഒരു തലവേദനയുണ്ട്. എന്നാ പിന്നെ നീ എന്തിനു പോയി? തലവേദനയും കൊണ്ട് ആരെങ്കിലും പ്രസംഗം കേൾക്കാൻ പുറപ്പെടുവോ? പാവ എന്റെ കുട്ടി, പോയി കിടക്കുമോളെ. ഇത്ര പ്രായമായി എന്ന് പറഞ്ഞിട്ടെന്താ? നിനക്ക് ഒരു വിവരവും ഇല്ലല്ലോ. ഇങ്ങനെ ആയാലോ? അച്ഛാ, അവസാനം അതും സംഭവിച്ചു. നിനക്കൊക്കെ തൃപ്തിയായില്ലേ? പത്രം പൂട്ടുന്നതിന്റെ കാരണം ഞാനല്ല. അല്ലേ? പിന്നെ ആരാണ്? കഷ്ടപ്പെട്ടൊരു മകളെ പഠിപ്പിച്ചു വന്നപ്പോ അവൾ ഇതൊക്കെ നോക്കിക്കൊള്ളുന്നു വിചാരിച്ചു. കാര്യം കഴിഞ്ഞപ്പോ അവക്ക് പത്രവും വേണ്ട, അച്ഛനും വേണ്ട, കുടുംബവും വേണ്ട, സ്വന്തം കാര്യം മാത്രം. എത്ര സ്വാർത്ഥികളാ ഇവരൊക്കെ. ആരാണച്ച സ്വാർത്ഥികൾ? അവളുള്ളതുകൊണ്ട് കഞ്ഞി കുടിച്ചു കഴിയണു. പത്രം എന്ന് പറഞ്ഞ് ജീവിതം നശിപ്പിച്ചു, കുടുംബവും തകർത്തു. നിർത്ത്. നീ ആരെ പറ്റിയാ സംസാരിക്കണമെന്ന് അറിയോ? നിങ്ങളെ പറ്റി തന്നെ. നിങ്ങളെ എല്ലാം തകർത്തത്. നിർത്തടി അധിക പ്രസംഗം. നീ മക്കളും കൂടി എന്നെ നശിപ്പിച്ചു. ദേവി, ഇതൊരു വീടാണോ? എനിക്ക് സ്കൂളിലേക്ക് ഇടാൻ പാവാട ഇല്ലാന്ന് പറഞ്ഞിട്ട് ദിവസം എത്രയായി? എന്താടി നിനക്ക് പാവാടയില്ലാത്തത്? അയ്യോ, എന്താണ് അച്ഛന് ഭ്രാന്തായോ? അതേടി, എനിക്ക് ഭ്രാന്ത. നിങ്ങൾക്കൊക്കെ വേണ്ടി എന്റെ ജീവിതം തൊലച്ചു. അച്ഛൻ എന്നെ രക്ഷ മിണ്ടരുത്. അതെ അതെ, ഞാൻ മിണ്ടരുത്. ഞാൻ മിണ്ടരുത്. ഞാൻ മിണ്ടരുത്. ശാരി, എന്താണ് പറയാൻ വന്നത്? നീ എന്നെ വിവാഹം കഴിക്കോ? ശാരി, എന്താണൊന്നും മിണ്ടാത്തത്? എന്നെ ഇഷ്ടമല്ലേ? നോക്കൂ, ഡൽഹിയിലാണ് പോസ്റ്റിംഗ്. എന്തെങ്കിലും ഉദ്യോഗം കിട്ടിയിട്ട് വേണം ശാരിയോട് ഇത് ചോദിക്കാമെന്ന് വെച്ചാ ഇത്രയും കാത്തത്. ജീവിക്കാനുള്ള വക ജോലിയെടുത്തുണ്ടാക്കാൻ കഴിയും. എന്താ ശാരി ചിരിക്കുന്നത്? ശാരി എനിക്ക് മറുപടി തന്നില്ല. എന്റെ മറുപടി അങ്ങക്ക് മനസ്സിലായില്ലേ? ഇല്ലേ? ഒരു ജോലിയുമില്ലെങ്കിലും വിളിച്ചിടം കൂടെ വരാൻ ഞാൻ... മുഴുവൻ പറയൂ ശാരി. എന്താണ് നിർത്തിക്കളഞ്ഞത്? അയ്യോ, എന്താണ് ശാരിയെ തടയുന്നത്? അച്ഛൻ. ഓ, എതിർപ്പുണ്ടാവും, സ്വാഭാവികമല്ലേ. പക്ഷേ മകളുടെ ഹൃദയം എവിടെയാണെന്ന് ബോധ്യപ്പെട്ടാൽ എതിർപ്പ് മാറില്ലേ? അച്ഛൻ അത് മനസ്സിലാവില്ല. പണ്ട് നടന്ന കാര്യങ്ങൾ ഓർത്ത് അച്ഛൻ മകളുടെ സുഖം നശിപ്പിക്കോ? ഞാൻ എന്താ ചെയ്യാ? ഇനി ശാരിയാണ് നിശ്ചയിക്കേണ്ടത്. ആലോചിക്കാൻ എനിക്ക് കുറച്ച് സമയം തന്നൂടെ? ഓ, തീർച്ചയായും. എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ. ഇന്ന് തിങ്കളാഴ്ചയല്ലേ?
അടുത്ത തിങ്കളാഴ്ച മറുപടി പറയാം. ആവട്ടെ, ഇപ്പൊ നമുക്ക് പിരിയാനുള്ള സ്ഥലവും സമയവുമായി. ഞാൻ പോട്ടെ, നാളെ കാണാം. ശരി, അടുത്ത തിങ്കളാഴ്ചയ്ക്കായി ഞാൻ കാത്തിരിക്കും. सुहानी रात ढल चुकी, ना जाने तुम कब आओगे. ഞാൻ പോവുകയാണ്, ഹൃദയം വിളിക്കുന്നിടത്തേക്ക്. ना जाने तुम कब आओगे. അയ്യോ, അച്ഛൻ, ദേവി, കുട്ടികൾക്ക് പിന്നെ ആരുണ്ട്? എല്ലാം ഇട്ടെറിഞ്ഞ് കാലിലെ പൊടിയും തട്ടിപ്പോകാം. രണ്ടുപേർക്കും കൂടി പുതിയൊരു അധ്യായവും തുടങ്ങാം. നസാരേ അപ്നി മസ്തിയാ. ദേവി, ഞാൻ എന്ത് തീരുമാനിക്കണം? ശരി. വലിയേച്ചി, മോളെ ചാരു, മോളെ മോളെ ചാരു, ചാരു മോളെ, ചാരു. വലിയേച്ചി, അദ്ദേഹത്തോട് ഞാൻ എന്ത് പറയും? എന്റെ ദേവി. വലിയേച്ചി, വലിയേച്ചി, അവിടെ എന്തോ വലിയ കേസാണ്. അമ്മ കരയാണ്. അനിയേട്ടൻ അലമാരി എല്ലാം തുറന്ന് വലിച്ചു വാരി പുറത്തിടുക. ഒന്ന് അങ്ങോട്ട് വരൂ, എനിക്ക് വല്ലാണ്ട് പേടിയാവണു. എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ മോനെ. എനിക്ക് പണം വേണം. എന്താ അനിയ? അവന് പണം വേണത്രേ. എന്റെ ഉണ്ടായിട്ട് വേണ്ടേ? അലമാറയിൽ ഒറ്റ ചിന്തി കാശില്ല. കിട്ടി, എനിക്ക് വേണ്ടത് കിട്ടി. ഇത് ഇവിടെ ഉണ്ടായിട്ടാണ് ഒന്നുമില്ലെന്ന് പറഞ്ഞത്. അയ്യോ മോനെ, അതെടുത്തോണ്ട് പോവല്ലേടാ. അമ്മണിയുടെ കഴുത്തിൽ പൊട്ടിക്കിടന്നതാ. അയ്യോ മോനെ, അത് കൊണ്ടുപോവല്ലടാ. അനിയനോട് വെക്ക്. അനിയനോടാണ് പറയുന്നത്, അതവിടെ വെക്കാൻ. പണം തരൂ, ഇത് അങ്ങോട്ട് തരാം. എവിടെ നിന്ന് എടുത്ത് തരും? ഇല്ലല്ലോ, എന്നാ ദയവായി മാറി നിൽക്ക്. നാണമില്ലാത്തവൻ. വീട്ടിൽ എങ്ങനെയാണ് കഴിയുന്നതെന്ന് ഒരന്വേഷണവും വേണ്ട. സിനിമയ്ക്ക് പോയി ചായ കുടിച്ച് നടന്നാൽ മതി. നിങ്ങളുടെ ആരുടെയും കാശ് കൊണ്ടല്ല ഞാൻ ചായ കുടിച്ചത്. പറയടാ, പിന്നെ ആരുടെ കാശ് കൊണ്ടാ? ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഇന്ന് ഞാനിത് കൊണ്ടുപോകും. ഇന്നെനിക്ക് ഇത്തിരി പണം ആവശ്യമുണ്ട്. ഇനി ഞാൻ നിങ്ങളെ ആരെയും ഉപദ്രവിക്കാൻ വരില്ല. കുടുംബസ്വത്തിന്റെ ഓഹരി വാങ്ങിക്കുകയാണെന്ന് കരുതിക്കോളൂ. വേണമെങ്കിൽ. കുടുംബസ്വത്തോ? ഇരിക്കുന്നു. കുടുംബസ്വത്ത് ഇങ്ങനെ ചെലവാക്കാൻ ആരുമില്ലാതെ പോവുകയാണത്രേ അവൻ. എവിടേക്കാണാവോ? അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇല്ലേ? ഇല്ലേടാ. ഈ നരകക്കുഴിയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവും. ഒരു ദിവസമെങ്കിലും വീട്ടിൽ വന്നു കയറുമ്പോൾ ലഹളയില്ലാതില്ല. നിനക്ക് തരേണ്ടെന്ന് വെച്ചിട്ടാണോ? ഇല്ലാഞ്ഞിട്ടല്ലേ? ഇവിടത്തെ ഇല്ലായ്മ തീരില്ല. വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു ഒരച്ഛനും അമ്മയും കൂടി. കഴിഞ്ഞ നൂറ്റാണ്ടിലെ കുറെ പൊളിറ്റിക്സും അര കാശിന് വില പിടിക്കാത്ത പത്രവും മക്കളെ വളർത്തിയിരിക്കുന്നു പോലും. പറഞ്ഞത് ചേച്ചി, നിങ്ങൾ ഇവിടത്തെ കറവ പശുവാണ്. ഇവർ നിങ്ങളെ ഊറ്റി കുടിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. ഞാൻ പോണു. ജീവിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. പോടാ, പോയി ജീവിക്ക. കണ്ടില്ലേ, അവൻ പോയി. അല്ല, അവൻ രക്ഷപ്പെട്ടു. പടിയടയ്ക്കാതെ പോയി ആ തെമ്മാടി. അവരിനി മടങ്ങി വരില്ല. വേണ്ട, ഞാൻ പോയി പടിയടച്ചു വരാം. ആരാണ് ഇവിടെ ഇരിക്കണത്? അച്ഛനെന്താ ഈ ഇരുട്ടത്തിരിക്കണത്? പോയി കിടന്നൂടെ? മോളെ, ഞാനൊരു പരാജയമായിരുന്നു അല്ലേ? ഇപ്പോൾ അച്ഛൻ പോയി കിടക്കൂ. ശരി, എന്തൊരു നടത്തായത്. ഇന്നെന്താ നേരത്തെ പോന്നത്? കേസ് കഴിഞ്ഞപ്പോഴേക്ക് മണി 4 കരുതി ഞാനൊന്ന് പുറത്തിറങ്ങിയതാ. തിരിച്ചു വന്നപ്പോഴേക്കും ആള് സ്ഥലം വിട്ടിരിക്കുന്നു. ഉടനെ ഞാനും പാഞ്ഞു പോന്നു. കണ്ണടച്ചു വിട്ടിട്ടാണ് ഇപ്പോഴെങ്കിലും ഇവിടെ എത്തിയത്. കേസ് നീട്ടി വാങ്ങി. ശാരിക്ക് സൂക്കേടൊന്നുമില്ലല്ലോ? ഇല്ല. ശാരി, ഇന്ന് തിങ്കളാഴ്ചയാണ്. അതെ, അതുകൊണ്ടെന്താ? ഓർമ്മയില്ലേ? ഇന്ന് മറുപടി തരാമെന്നല്ലേ പറഞ്ഞിരുന്നത്? ഞാൻ ശരിക്കും അത് മറന്നുപോയി. ഞാൻ പോണു.
ഞാൻ പോണു. ഞാനൊരു പരാജയമായിരുന്നു മോളെ, അല്ലേ? ശാരി, എന്റെ ദേവി, ശാരി എന്താണിത്? ഓ എന്നോ ഇല്ലെന്നോ പറയാനില്ലേ? പാടില്ല. പാടുമോ ഇല്ലയോ എന്നല്ല ഞാൻ ചോദിച്ചത്, ശാരിക്ക് സമ്മതമാണോ എന്നാണ്. ശാരി നോക്കൂ, എന്റെ മുഖത്ത് നോക്കി പറയൂ, നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? നിന്റെ കണ്ണുകളിൽ എനിക്കത് കാണാം, എന്നോടുള്ള സ്നേഹം. ശാരി, ശാരി, നമ്മൾ രണ്ടുപേരും ഒന്നാകാനുള്ളവരാണ്. ഞാനും കൂടി വീട്ടിൽ നിന്നിറങ്ങിയാൽ അച്ഛനാകെ തകർന്നു പോകും. എന്താണൊന്നും മിണ്ടാത്തത്? എന്നെ പറ്റി എന്തറിയാം? എനിക്ക് ആവശ്യമുള്ള അത്രയും അറിയാം. 2 ലോകങ്ങളിലായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. നിങ്ങളൊക്കെ അറിയുന്ന ഈ ലോകത്തിനു പുറമെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എനിക്കൊരു ലോകമുണ്ട്, എന്റെ വീട്. അതിലും പങ്കുചേരാൻ ഞാൻ തയ്യാറാണെങ്കിൽ? അതുമായി പൊരുത്തപ്പെടാൻ അങ്ങേക്ക് സാധിക്കില്ല. എന്തുകൊണ്ട്? അങ്ങേക്കുണ്ടല്ലോ അച്ഛൻ. എന്റെ അച്ഛനെ ഇതിൽ കൊണ്ടുവരേണ്ട ആവശ്യമേ ഇല്ല. ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ല. അത് ശരി. അപ്പോൾ അവിടെ സമ്മതമല്ല. സമ്മതമോ വിസമ്മതമോ എന്നൊരു ചോദ്യമേ ഇല്ല. എന്റെയാണ് ജീവിതം. അച്ഛന്റെ സ്വത്ത് ഇല്ലെങ്കിലും കഴിയാം. അപ്പോൾ അച്ഛനും മകനും തമ്മിൽ ഇതിന്റെ പേരിൽ പിണങ്ങി? ഇണക്കമുണ്ടായിട്ട് വേണ്ടേ പിണങ്ങാൻ? സ്വത്തിന്റെ കൂട്ടത്തിൽ ഒന്നാണ് മകൻ. എന്റെ കാര്യം വ്യത്യസ്തമാണ്. എനിക്കങ്ങനെ ഇട്ടുപോരാൻ വയ്യ. എന്നെ ആശ്രയിച്ചാണ് അവർ കഴിയണത്, എന്നെ മാത്രം ആശ്രയിച്ച്. ശാരി അവരെ ഉപേക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ കൂടെ വരുന്നതുകൊണ്ട് അവരെ സഹായിച്ചുകൂടാ എന്നുണ്ടോ? ഡൽഹിയിലിരുന്നുകൊണ്ടോ? ഡൽഹിയിൽ നിന്നും മണി ഓർഡർ അയക്കുക എന്നൊരു ഏർപ്പാടില്ലേ ശാരി? വാങ്ങാൻ അവർ തയ്യാറായിട്ട് വേണ്ടേ? അതെന്താ, എന്റെ പണം വാങ്ങില്ല എന്നാണോ? എങ്കിൽ ശാരിക്ക് അവിടെ എങ്ങനെ ജോലിക്ക് ശ്രമിക്കാലോ. മകൾ പണിയെടുത്തുണ്ടാക്കുന്ന പണം സ്വീകരിക്കാൻ മടിയുണ്ടാവില്ലല്ലോ. ദാമോദരപ്പണിക്കരുടെ മകന്റെ ഭാര്യ. ഒന്ന് നിർത്തുവാ പഴങ്കഥ. അച്ഛൻ എന്നും പുതിയതാണ് ആ കഥ. അദ്ദേഹം അത് മറന്നിട്ടേയില്ല. ഞാനിത് ചെയ്താൽ അദ്ദേഹത്തിന് സഹിക്കാനാവില്ല. സ്നേഹത്തിന്റെ കഴുത്ത് ഞെരിക്കരുത് ശാരി. ഞാനാണ് വിളിക്കുന്നത്. ധൈര്യപൂർവ്വം ഇറങ്ങി വരൂ. 6 കുട്ടികൾ, അവർക്ക് ഞാനല്ലാതെ ആരുമില്ല. അപ്പോ എന്റെ സ്നേഹം ശാരിക്കൊന്നുമല്ലേ? അതിനൊരു വിലയുമില്ലേ? അത്രയ്ക്ക് വിലയുള്ള മറ്റൊന്നും എനിക്ക് ലോകത്തിലില്ല. എനിക്കറിയാം ശാരി എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിനുമുണ്ട് വില. അതിനെ ഇട്ട് ചവിട്ടി മെതിക്കാമോ? നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. അത് നമുക്ക് ജീവിക്കാനുള്ളതാണ്. നോക്കൂ, ശാരിക്ക് കുട്ടികളെ ഇഷ്ടമാണ്. സ്വന്തമായിട്ടൊരു കുട്ടി വേണം എന്ന ആഗ്രഹമില്ലേ? എന്റെ കുഞ്ഞ്, എന്റെ സ്വന്തം കുഞ്ഞ്. ദൈവമേ, എനിക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ലല്ലോ. ശാരി, സ്ത്രീയുടെ ജീവിതം പൂർണ്ണമാകുന്നത് അമ്മയാകുമ്പോൾ മാത്രമാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്റെ ജീവിതത്തിന്റെ പൂർണ്ണത അതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എന്റെ ജീവിതം പൂർണ്ണമാകാൻ വേണ്ടി മറ്റുള്ളവരെ അനാഥരാക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്താണ് ശാരി പറയുന്നത്? മക്കളെ ഉണ്ടാക്കിയവരാണ് അവരെ നോക്കേണ്ടത്, അല്ലാതെ ചേച്ചിയല്ല. ഒരു പറ്റം പിള്ളേർക്ക് വേണ്ടി. ഒരു പറ്റം പിള്ളേരല്ലേ, പറ്റമാണത്രേ. പറ്റം ആടുകളോ മറ്റാണോ? ഒരു പറ്റം അല്ലേ, എന്റെ കുട്ടികളാണവർ. അവരെ പറ്റി ശാരി, ശാരി, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. നമസ്കാരം, ഞാൻ പോകുന്നു. ഒരു പറ്റം പിള്ളേരാണത്രേ എന്റെ പാവം കുട്ടികൾ. ഒരു പറ്റം പിള്ളേര്, എന്റെ കുട്ടികളല്ലേ അവര്. എന്താ ചേച്ചി വന്നപാട് ഇങ്ങനെ കിടക്കേ വീണത്? ഒന്നുമില്ല. ഞാനേ കാപ്പി കൊണ്ടുവരാം. വേണ്ട. വല്യേച്ചി, കാപ്പി. എന്തൊരു സൗര്യക്കേടാണിത്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മേ, വല്യേച്ചി വിളിച്ചിട്ട് എണീക്കണില്ല. മോളെ ചാരു, നിനക്ക് കാപ്പി വേണ്ടേ? എനിക്ക് ഭയങ്കര തലവേദന, ഛർദിക്കും ഞാൻ. അയ്യോ, കണ്ണു മുഖമൊക്കെ വല്ലാണ്ടിരിക്കണു. എന്നാ ഇപ്പൊ കുടിക്കണ്ട. വല്യേച്ചിക്ക് എന്താ തലവേദന? നിന്നോട് മിണ്ടാതെ കിടക്കാനില്ല പറഞ്ഞത്. ഒന്നും കഴിക്കാണ്ട് തലവേദന കുറഞ്ഞെഴുന്നേൽക്കുമ്പോൾ ഞാൻ എടുത്തു കൊടുത്തോളാം. ചോറിൽ വെള്ളം പാരണ്ടാട്ടമ്മേ. അമ്മ പോയി കിടന്നോളൂ. നല്ലൊരു വാക്ക് പോലും പറയാതെ പിരിയേണ്ടി വന്നു. ഇല്ല, അദ്ദേഹം ഇനി വരില്ല.
ചാരു, നീ പുറപ്പെട്ടോ? എങ്ങട്? എങ്ങോട്ടെന്നോ? കോടതിയിലേക്ക്. ഇന്നെനിക്ക് വയ്യ, ഞാൻ പോണില്ല. മിസ് ശാരദയ്ക്ക് ഒരു കത്തുണ്ട്. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ശാരിയെ വേദനിപ്പിച്ചെങ്കിൽ അതിന് മാപ്പ്. കരുതിക്കൂട്ടിയല്ല, എന്റെ വേദന കൊണ്ട് പറഞ്ഞു പോയതാണ്. ഞാൻ ഇന്നിവിടം വിടുകയാണ്. എങ്ങോട്ടെന്ന് തീർച്ചയായില്ല. അടുത്ത മാസം അവസാനം എത്തിയാൽ മതി ഡൽഹിയിൽ. ശാരിക്ക് എന്നെ ആവശ്യമുള്ളപ്പോൾ ഒരു വാക്കെഴുതിയാൽ മതി. ഞാൻ കാത്തിരിക്കും. ഇതാണ് എനിക്കുള്ള ആദ്യത്തെയും അവസാനത്തെയും പ്രേമലേഖനം. അപ്പോൾ അങ്ങനെയാണ്. ഇനി കാണില്ല. അരുത്, എന്റെ ഉള്ളിലെ കൊടുങ്കാറ്റ് ആരും അറിയരുത്. എന്റെ ഉള്ളില് എത്തിച്ചോളും, ആരും കാണരുത്. ശാരദേ, മുഖപ്രസംഗം ഒന്ന് എഴുതി തരാൻ പറഞ്ഞു അച്ഛൻ. എനിക്ക് സമയമില്ല. ഈ മുഖപ്രസംഗം ഒന്ന് തെറ്റുവരുത്താൻ എനിക്ക് വയ്യ. പിന്നെ എന്താണ് വെക്കുക? ഈയുടെ കേസിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, കോടതിയിൽ തന്നെ പോകുന്നില്ല. അതെന്റെ കാര്യമാണ്. അമ്മാവൻ കിടപ്പിലാണെന്ന് ഓർമ്മ വേണം. കേസും ഇല്ല, പത്രവും ഇല്ല. എങ്ങനെ കഴിയാനാ പാവം? ഇത് വലിയ ശല്യായല്ലോ. രാമ 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 രാമ. വല്യേച്ചി വേണ്ട, എന്തോ ആലോചിച്ചിരിക്കുക. ഇപ്പൊ വിളിക്കണ്ട. അതെ, എപ്പോഴും ദേഷ്യ വല്യേച്ചിക്ക് ഇപ്പോ. പേപ്പർ വായിക്കുകയാണോ അതോ സ്വപ്നം കാണുകയാണോ? ശാരിക്ക് എന്താ ഒരു മൗനം? ശാരിയോ? ആരാണ് ശാരി? എന്നോട് വല്ല ദേഷ്യമുണ്ടോ? എന്തിന്? അത് ശാരിക്കല്ലേ അറിയൂ. ഞാനും അമ്മാവനും ശാരിയെ പറ്റി സംസാരിക്കുകയായിരുന്നു. അത് വേഗം അങ്ങ് നടത്തിയാൽ നല്ലതെന്നാണ് അമ്മ എന്റെ അഭിപ്രായം. ഏതെന്ന് ഞാൻ തന്നെ പറഞ്ഞു കേൾക്കണം. ഓ, ഒന്നും അറിയാത്തൊരു പാവം. അമ്മാവന് ഈയിടെയായി ക്ഷീണം വളരെ കൂടുതലാണ്. വയസ്സായി വരികയല്ലേ. ഈ കിടപ്പിൽ നിന്ന് ഇനി എണീക്കലുണ്ടാവില്ല എന്നൊരു തോന്നലുണ്ടായിരിക്കുന്നു. ഇങ്ങനൊരു സമാധാനമെങ്കിലും കിട്ടട്ടെ ആ പാവത്തിന്. വെറുതെ ഇനി നീട്ടിക്കൊണ്ട് പോണോ? എന്ത്? എന്നെ കൊണ്ട് പറയിച്ച് അടങ്ങുമല്ലേ കള്ളി. കാര്യം വല്ലതുണ്ടെങ്കിൽ പറയണം. കളി പിന്നെ ആകാം. നമ്മുടെ കല്യാണക്കാര്യം തന്നെ. നമ്മുടെ എന്ന് വെച്ചാൽ? എന്റെയും ശാരിയുടെയും. എന്റെ കാര്യം വിടൂ, നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. എന്ന് വെച്ചാ? അത് നടപ്പില്ലെന്ന് തന്നെ. എന്താ നടക്കില്ലെന്ന്? ഒരു കാരണം വേണമല്ലോ. ഒരു കാരണവും ഇല്ല. ഞാനിപ്പോൾ ആരെയും കല്യാണം കഴിക്കണില്ല. കല്യാണമേ വേണ്ട എന്നാണോ? അതെ. അതെത്ര സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തായി? ഈ സ്ത്രീ ഇങ്ങനെ ഇരിക്കാൻ തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അച്ഛൻ അങ്ങനെയല്ല വിചാരെങ്കിലോ? അച്ഛൻ തീരുമാനിക്കേണ്ട കാര്യമല്ല ഇത്. എന്നെ പിടിക്കാത്തതുകൊണ്ടാണോ അതോ ആരെയും കല്യാണം കഴിക്കില്ലെന്നുണ്ടോ? ഞാനിപ്പോൾ ആരെയും കല്യാണം കഴിക്കുന്നില്ല. ആരായാലും വേണ്ടേ? എലഞ്ഞിപ്പറമ്പിലെ ഭാസ്കര മേനോനായാലും വേണ്ടേ? എന്താണ് രാമൻകുട്ടി പറഞ്ഞത്? എനിക്ക് പകരം ഈ നിൽക്കുന്ന വക്കീൽ ഭാസ്കരനാണെങ്കിൽ കല്യാണമേ വേണ്ട എന്ന് പറയുമെന്ന്. നിർത്തടോ, ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ചരു, ഈയിടെ പത്രത്തിന്റെ കാര്യമൊന്നും നോക്കാറില്ല എന്ന് രാമൻകുട്ടി പറഞ്ഞു. എനിക്ക് വയ്യണ്ടായമോ. ഇനി നീ വേണം ഇതൊക്കെ നോക്കാൻ. നിനക്കിത് കഴിയും. ചരു, പുരുഷന്റെ ബുദ്ധി നിനക്കുണ്ട്. പക്ഷേ ഒരാണു കൂടെ ഉണ്ടെങ്കിലേ കാര്യം നടക്കൂ. രാമൻകുട്ടിക്ക് മിടുക്ക് പോരാ. അവനെ കൊണ്ട് തന്നെ ഒന്നും ആവില്ല. എന്തൊക്കെ വേണമെന്ന് നീ പറഞ്ഞു കൊടുത്താൽ മതി, അവൻ നടത്തിക്കൊള്ളും. നീ ഒന്നും മനസ്സിരുത്തിയ ആ പത്രം എങ്ങനെയാവില്ല. നീ അവനെ കൊണ്ട് ചെയ്യിക്കണം. പത്രത്തിന്റെ കാര്യം ഞാൻ നടത്തിക്കൊള്ളാം. എനിക്ക് ഉറപ്പായിരുന്നു നീ അത് ചെയ്യുന്നു. നല്ല ദിവസം നോക്കാൻ രാമൻകുട്ടിയെ തന്നെ പറഞ്ഞയക്കണം. നല്ല ദിവസോ? എന്തിന്? 4 ആള് ചെയ്യണ പോലെ കല്യാണം നടത്താൻ ഞാൻ പറ്റില്ല. രാമൻകുട്ടിയോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ മതി. കല്യാണത്തിന്റെ കാര്യം ഇവിടെ എന്താ? രാമൻകുട്ടി ഇല്ലാതെ നിനക്ക് പത്രം നടത്താനാവോ? ഇല്ലായിരിക്കും. എന്റെ കാലം കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടും ഇങ്ങനെ ഇടപെടുന്നത് വെടിപ്പല്ല. അപ്പോൾ അതാണ് കാര്യം. പത്രം നടത്തിക്കൊണ്ട് പോകാനുള്ള സൗകര്യത്തിന് ഞാൻ അയാളെ കല്യാണം കഴിക്കണം. അച്ഛൻ ഇതെങ്ങനെ പറയാൻ കഴിയണു? എനിക്ക് അയാളെ കല്യാണം കഴിക്കാൻ വയ്യ. അവൻ എന്താ ഒരു കുറവ്? ഒന്നുമില്ലായിരിക്കാം. അവനാണെങ്കില് നിന്നെ കല്യാണം കഴിക്കാൻ 100 വട്ടം സമ്മതം. നിനക്ക് എന്തുകൊണ്ട് സമ്മതിച്ചുകൂടാ? എനിക്ക് സമ്മതമല്ല. നീ വേറെ ആരെയെങ്കിലും കല്യാണം കഴിക്കണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല.
നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? എനിക്ക് കല്യാണം വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അസംബന്ധാണ്. നിനക്ക് മറ്റാരോടെങ്കിലും സ്നേഹമുണ്ടോന്ന്? ഉണ്ട്. ആരാള്? അത് പറയേണ്ട കാര്യമില്ല. ഞാൻ ആളെ കല്യാണം കഴിക്കാൻ പോണില്ല. നിനക്ക് ആളുടെ പേര് പറഞ്ഞൂടെ? എന്നെ കൊണ്ട് അത് അച്ഛൻ പറയിക്കരുത്. നീ അപ്പോ ആ ചെക്കൻ പറഞ്ഞത് വാസ്തവാണോ? ഞാൻ അവനെ തല്ലാൻ ചെന്നു ചാരി. നീ ആ ദ്രോഹിയുടെ മകനാണോ? അച്ഛൻ എന്നെ കൊണ്ട് പറയിച്ചതാണ്. അപ്പൊ അത് തന്നെ, എന്നെ ദ്രോഹിച്ചവന്റെ മകനെ. അതിന് ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? നീ പറഞ്ഞു. അത് തന്നെ ഞാൻ പറഞ്ഞു. എന്റെ സകലതും ഞാൻ നശിപ്പിച്ച്, രണ്ടാളുടെ ജീവിതം അറിഞ്ഞുകൊണ്ട് തൊലച്ച്, കുട്ടികളെ കരുതി ഞാൻ എന്റെ സ്നേഹം കുഴിച്ചു മൂടി. ഒരൊറ്റയാൾക്ക് വേണ്ടി, ഒരാളുടെ ദുരഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി അച്ഛന്റെ കുത്തി കുത്തിയല്ല എന്നെ കൊണ്ട് പറയിച്ചിട്ട്. എന്റെ ദുരഭിമാനത്തിന് വേണ്ടിയല്ലേ? അതെ 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 അച്ഛാ. പോ, കടന്നു പോ, എന്റെ മുമ്പിൽ നിന്ന് കടന്നു പോവാൻ. ചാരു, ചാരു, അച്ഛന് വയ്യ. അയ്യോ അയ്യോ, എന്താ എന്താ പറ്റിയത്? അയ്യോ അയ്യോ, പോയല്ലോ ചാരു. അയ്യോ, പറയൂ, കൃഷ്ണൻകുട്ടി മേനോൻ മരിച്ച ശേഷം എന്തുണ്ടായി? മരിക്കണതിന്റെ മുമ്പെന്നെ ഒരു പന്തിലായ തുടങ്ങിയിരുന്നു അത്രേ. ഒന്നിനൊരു ഉത്സാഹമില്ലാണ്ടായി. കോടതി പോക്കൊക്കെ കഷ്ടിയായി. ഉടുപ്പും നടപ്പും ഒക്കെ സന്യാസികളുടെ പോലെയായി. ശാരദ എങ്ങനെ ജയിലിലായി? ഗോവയിലോ പോർത്തുഗലിലോ സത്യാഗ്രഹത്തിനെന്നും പറഞ്ഞ് കുറെ ആളോള് വണ്ടി കയറി പോയി. ആ കുട്ടിയും അവരുടെ കൂടെ പോയിന്ന് ആരോ കണ്ടുത്രേ. പോയി കഴിഞ്ഞിട്ടാ വീട്ടുകാരറിഞ്ഞതേ. അവിടെ പിന്നെ അന്വേഷിക്കാനൊന്നും ആരുമില്ലാലോ. വിറ്റും തിന്നും കുറെ കാലം കൂടി അവരവിടെ ഉണ്ടായിരുന്നു. കടക്കാരെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടാ അവറ്റ പോയത്. പിന്നത്തെ കഥയൊന്നും കേട്ടില്ല. ശാരദയോ? അതിനിടയിൽ കേട്ടു ആ കുട്ടി എന്തോ സാഹസം കാട്ടിത്രേ. സത്യം ആർക്കറിയില്ല. ഉണ്ടോ ഇല്ലയോ ആർക്കറിയാം. ഈശ്വര, എന്താ ഹേ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല, ഞാൻ നടക്കട്ടെ. ഒന്ന് നിൽക്കണേ. അവര് നിങ്ങളുടെ വല്ലവരും ആയിരുന്നോ? ആയിരുന്നു ആയിരുന്നു. എഴുതാതിരിക്കാൻ വയ്യ. ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇനിയും എഴുതിപ്പോകും. ഞാൻ സ്നേഹിക്കും. ഈ വിധമെന്താണാവോ ഞാനതു ചോദിപ്പീല. വേദനയറിയാതെ സൗമ്യമായുറങ്ങൂ നീ, സൗമ്യമായുറങ്ങൂ നീ. മകൾ രാജലക്ഷ്മിയുടെ കഥയുടെ റേഡിയോ ആവിഷ്കാരമാണ് നിങ്ങൾ കേട്ടത്. റേഡിയോ ആവിഷ്കാരം ഡോക്ടർ പി ഗീത. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: കൃഷ്ണൻകുട്ടി മേനോൻ, എം കെ വാര്യർ, ഭാസ്കര മേനോൻ, കെ ജയൻ, ദാമോദര പണിക്കർ, ഇ എസ് മണി, ദാമോദര പണിക്കരുടെ അച്ഛൻ അയിലൂർ ദിവാകരൻ, വഴിപ്പോക്കൻ ശശിധരൻ കളത്തിങ്കൽ, പോലീസ് ജയിലർ പി ജെ സെബാസ്റ്റ്യൻ, ജഡ്ജ് ജോസ് ചുങ്കത്ത്, ശാരദയുടെ അനിയൻ മോഹൻ അങ്കമാലി, ശാരദ സിന്ധു ടി ഗംഗാധരൻ, ശാരദയുടെ അമ്മ ടി കെ ഭാരതി, അമ്മിണി എം തങ്കമണി, പാറൂട്ടി സൈനബ, പത്മിനി തങ്കം മോഹൻ, കൂടാതെ ഉദയകുമാർ, വർഷ കണ്ണൻ, നിഷ മേനോൻ. കവിതകൾ രാജലക്ഷ്മി, ജി കുമാരപിള്ള, ജി ശങ്കരക്കുറുപ്പ്. സംവിധാന സഹായം ഉമാ ബാലൻ. അവതരണം ആകാശവാണി തൃശൂർ നിലയം.